ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, +1 സയൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന്, നോട്ട് ദ പോയിന്റ്, സയൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് സാധാരണ നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, സാറേ കണക്കൊന്നും അറിയില്ല, മാത്തമാറ്റിക്സ് ഒന്നും അറിയില്ല, പിന്നെ സയൻസ് എടുക്കാൻ പറ്റുമോ എന്ന്. ഒറ്റ വാക്കിൽ ഞാൻ അതിന് മറുപടി പറഞ്ഞാൽ നോ എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം അപ്പോൾ ഞാനൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ നൽകണമല്ലോ. അപ്പോൾ സാധാരണ നമ്മൾ മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് സയൻസ് എന്ന് പറയാം. അപ്പോൾ ശാസ്ത്രത്തിലെ വിഷയങ്ങളെ നമുക്ക് വിശദീകരിക്കണമെങ്കിലും അതിലെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിലും കൃത്യമായ മാത്തമാറ്റിക്സിലെ നോളജ് ഉണ്ടെങ്കിൽ സാധിക്കുള്ളൂ. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒറ്റ വാക്കിൽ എന്നോട് ഈ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത് നോ എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ സാധാരണ മാത്സിൽ സാധാരണ നമ്മുടെ ശാസ്ത്രത്തിലെ പ്രതിഭാസങ്ങൾ നമ്മൾ വിശദീകരിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് വിശദീകരിക്കണമെങ്കിൽ കൃത്യമായ മാത്തമാറ്റിക്സിലുള്ള നോളജ് വേണം. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഫിസിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഫിനോമിനൻസ് ഒക്കെ ശരിക്കും എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ അതൊരു മാത്തമാറ്റിക്സിൻ്റെ ടേമിലേക്ക് സാധാരണ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ കൃത്യമായൊരു പ്രോബ്ലം നമ്മൾ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? മാത്തമാറ്റിക്സിലെ നമ്മളുടെ അജ്ഞത തന്നെയാണ് ശരിക്കും അതിനുള്ള കാരണം എന്ന് പറയുന്നത്. നമ്മൾ ലോകോത്തര ഇപ്പോൾ നമ്മൾ സാധാരണ ക്ലാസിക്കലായിട്ടുള്ള സയൻറ്റിസ്റ്റുകളെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ലോകത്ത് അറിയപ്പെടുന്ന ഒരു ഭൗതിക ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൻ. ഐസക് ന്യൂട്ടനെ ശരിക്കും ഒരു ഭൗതിക ശാസ്ത്രജ്ഞനായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിലും അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റീഷ്യനും കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗ്രന്ഥം തന്നെ പറയുന്നത് പ്രിൻസിപ്പിയ ഓഫ് മാത്തമാറ്റിക്ക. അപ്പോൾ ഐസക് ന്യൂട്ടൻ എന്ന് പറയുന്ന ഒരു ഫിസിസ്റ്റിനെ സംബന്ധിച്ച്, ഒരു ഭൗതിക ശാസ്ത്രജ്ഞനെ സംബന്ധിച്ച് അദ്ദേഹം മാത്തമാറ്റിക്സിലെ അഗ്രഗണ്യനാണ്. അപ്പോൾ മാത്തമാറ്റിക്സിലുള്ള നോളജ് ഇല്ലാതെ നമുക്ക് സയൻസ് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇങ്ങനെയുള്ള ശാസ്ത്രജ്ഞർ. ഇപ്പോൾ ഐൻസ്റ്റീൻ്റെ വിഷയം നമ്മൾ എടുക്കാം. അപ്പോൾ ഐൻസ്റ്റീനെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് ഐൻസ്റ്റീനെ സംബന്ധിച്ച് മഹാനായ ശാസ്ത്രജ്ഞനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യം വരുമ്പോൾ അദ്ദേഹം ഒരു ലബോറട്ടറിയിൽ വെച്ചിട്ട് കണ്ടുപിടിക്കപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല, ഒരു പേപ്പറും പേനയും ഉപയോഗിച്ച് ലോകത്തെ മാറ്റിമറിക്കപ്പെട്ട തിയറികൾ കണ്ടുപിടിച്ച ആളാണ് ആര്? ഐൻസ്റ്റീൻ. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ലാബ് സെറ്റപ്പ് ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്, പ്യൂർലി ഒരു പേനയും പേപ്പറും. അതുകൊണ്ടാണ് അദ്ദേഹം ലോകം മാറ്റിമറിക്കപ്പെട്ട തിയറികൾ ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് ഇല്ലാതെ ശാസ്ത്രത്തിന് മുന്നോട്ട് പോവുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ സാധാരണ മാത്തമാറ്റിക്സ് എന്താണ് മാത്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ മക്കളോട് നമ്മൾ പറയുന്നതാണ് മാത്തമാറ്റിക്സ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് സയൻസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ പ്രശ്നം വരും. ഇപ്പോൾ സാധാരണ ആദ്യം തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു പോയിന്റ്, അതായത് സയൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൃത്യമായിട്ടും പഴയ അവസ്ഥയൊന്നുമല്ല. ഇപ്പോൾ കൃത്യമായിട്ടും വിദ്യാർത്ഥികൾക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. കാരണം സോഷ്യൽ മീഡിയയിൽ കളിച്ചു നിൽക്കുന്ന കുട്ടികളാണ്. അവരുടെ വിരൽത്തുമ്പിൽ എന്തുണ്ട്? വിവരങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ പുതിയ വന്നൊരു അപ്ഡേറ്റ് വെച്ചിട്ട് ഇപ്പോൾ തമിഴ്നാട് ബിടെക്കിൻ്റെ അഡ്മിഷൻ നോക്കുന്ന സമയത്ത് ഈ വർഷം റെക്കോർഡ് അഡ്മിഷനാണ് ബിടെക്കിന് നേടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം പറയുന്നത്, അതായത് സാങ്കേതിക മേഖലകളിൽ ഇപ്പോൾ AI പോലെ, അതുപോലെ മെഷീൻ ലേണിംഗ് പോലെ, അതുപോലെ ഡാറ്റ അനാലിസിസ് പോലെയുള്ള പുതിയ സാങ്കേതിക ബ്രാഞ്ചുകളിലേക്ക്, ടെക്നിക്കൽ ബ്രാഞ്ചുകളിലേക്ക് കുട്ടികൾ റെക്കോർഡ് അഡ്മിഷൻ നേടിയ ഒരു വർഷമാണിത്. കഴിഞ്ഞ വർഷം 70,000 അഡ്മിഷൻ ഉണ്ടായിരുന്നു. ഈ വർഷം 1.25 ലക്ഷത്തിലേക്ക് അഡ്മിഷൻ ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്? കുട്ടികൾക്ക് കൃത്യമായ ദീർഘവീക്ഷണമുണ്ട്. അവർ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ചുറ്റുപാട് നടക്കുന്ന ലോകത്തെ പറ്റി കൃത്യമായ ധാരണയുള്ള കുട്ടികളോടാണ് നമ്മൾ സംവദിക്കുന്നത്. പഴയ അവസ്ഥയൊന്നുമല്ല, എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ സാധാരണ 10ാം ക്ലാസ്സിന് ശേഷം +1 പ്രവേശിക്കുന്ന ഒരു വിദ്യാർത്ഥിനെ സംബന്ധിച്ച് അവന് കൃത്യമായ ഒരു ആഗ്രഹമുണ്ട്. അവനൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ മുന്നിൽ സയൻസ് എടുക്കണം, സയൻസ് എടുത്താൽ എനിക്ക് പോകുന്ന വഴികളിലേക്ക് എനിക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നുള്ള കൃത്യമായ ധാരണയോടുകൂടി തന്നെയാണ് ഒരു വിദ്യാർത്ഥി ശരിക്കും ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്, സയൻസ് എടുക്കണമെങ്കിൽ കണക്ക് വേണോ? പക്ഷെ അവനൊരു പ്രശ്നമുണ്ട്. കണക്കിൽ മാത്തമാറ്റിക്സിലെ ചെറിയൊരു വിഷയം അവനുണ്ട്. മാത്തമാറ്റിക്സിനെ പറ്റി ഞാൻ സാധാരണ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു കോൺസെപ്റ്റിൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന മാത്തമാറ്റിക്സ് ഫാക്കൽറ്റിയാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ശരിക്കും എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. നമ്മളൊരു സാമൂഹിക ജീവിയാണ്, ഒരു പ്രകൃതി ജീവിയാണ് അല്ലേ മനുഷ്യൻ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്, പാറ്റേൺസിനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാം കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന ആളുകളാണ്. ചുരുക്കി പറഞ്ഞ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് അയാളിൽ ഇൻബിൽഡായ സാധനമാണ്. പക്ഷെ അവിടെ ഒരു വിഷയമുള്ളത് 2 കാരണങ്ങൾ. ഇപ്പോൾ ഞാൻ സാധാരണ കുട്ടികളോട് പറയുന്ന ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ ബൾബ് കത്താതിരിക്കാൻ 2 കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ബൾബ് ഫ്യൂസായി പോകണം. അപ്പോൾ ഫ്യൂസായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. രണ്ടാമത്തെ വിഷയം എന്താണ്? അതിലേക്കുള്ള കണക്ഷൻ ശരിയായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവനത് ഈ വിഷയത്തെ ഈ സബ്ജക്റ്റിനെ അവൻ മനസ്സിലാക്കിയ, അല്ലെങ്കിൽ അവനിലേക്ക് ഇത് മനസ്സിലാക്കി കൊടുത്തതിലുണ്ടായിരുന്ന മിസ്റ്റേക്കുകളാണ് ശരിക്ക് അവനിൽ മാത്സ് ഡെവലപ്പ് ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയും. ഇത് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരാൾക്കും പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം ഇതിൻ്റെ ഒരു ബേസിക് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ പറ്റി സാധാരണ ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു ധാരണയാണ്, ഇത് കുറേ കണക്ക് കൂട്ടുന്ന പണിയാണ്. അങ്ങനെ ഒരു സംഭവമേ അല്ല. കണക്ക് കൂട്ടാൻ ഇവിടെ ആരുണ്ട്? അക്കൗണ്ടൻസ് ഉണ്ട്. അതിൽ മാത്തമാറ്റീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ലോകോത്തര, അതായത് ഹ്യൂമൻ കാൽക്കുലേറ്റർ എന്നറിയപ്പെടുന്ന
അല്ലെ, ബഹുമാനിയായ നമ്മുടെ ശകുന്തള ദേവി അവർ ഒരു ഇന്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട്, ശരിക്കും മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ കോൺസെപ്റ്റ് എന്നാണ് പറയുന്നത്. ശരിക്കും നമ്മൾ സാധാരണ കുറെ ഫാസ്റ്റ് ആയിട്ട് കണക്ക് കൂട്ടുന്ന ഒരു പരിപാടിയൊന്നുമല്ല. അതൊക്കെ ഇറ്റ് ഡിപ്പെൻസ്, അതൊക്കെ ഓരോരുത്തരെ മെമ്മറി എബിലിറ്റി അനുസരിച്ചിട്ടൊക്കെ തിങ്കിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാറിയേക്കാം. എന്നാൽ ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്ന ലെവലിൽ നമ്മൾ മാത്തമാറ്റിക്സിനെ മനസ്സിലാക്കുമ്പോൾ അത് സാധാരണക്കാരായ ആർക്കും പഠിക്കാൻ പറ്റുന്ന സംഗതികളേ ഉള്ളൂ. പക്ഷെ അത് നമ്മളിലേക്ക് കൺവേ ചെയ്ത് തരുന്ന രീതിയും നമ്മൾ അതിനെ എടുത്തിട്ടുള്ള രീതിയും അത് കാരണം മാത്രമാണ് നമുക്ക് അതിൽ ചെറിയ പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ ഈ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോട് നമുക്ക് പറയാനുള്ളത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ ഇത് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെങ്കിലും ഇത് നമുക്ക് പ്ലാൻ ചെയ്ത് റെഡിയാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പോൾ പ്ലസ് വണ്ണിലേക്ക് നിങ്ങൾ കയറുന്ന സമയത്ത് പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് പുതിയ പുതിയ കോൺസെപ്റ്റുകൾ പഠിക്കേണ്ടി വരും. അപ്പോൾ അതിന് നമുക്ക് ബേസിക് ആയിട്ട് ഒന്നും അറിയാത്ത ആരും ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ അറിയാലോ. അപ്പോൾ ഒന്നും അറിയാത്ത ഒരാൾ എന്നുള്ളൊരവസ്ഥയില്ല. ഞങ്ങൾക്ക് ഒന്നും അറിയില്ല സാറേ എന്ന് പറയേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാം, പക്ഷെ അത് കൃത്യമായ റൂട്ടിലേക്ക് കൊണ്ടുവരിക, അതിനാവശ്യമുള്ള തരത്തിലുള്ള ഒരു ഗുരു അല്ലെങ്കിൽ ഒരു അധ്യാപകൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇത് സെറ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇപ്പോൾ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്താണ് പഠിക്കുന്നത്, നമ്മൾ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത് എന്നുള്ള ഒരു ധാരണ നമ്മളിൽ ആദ്യം ഉണ്ടാവും. ഈ സബ്ജക്റ്റിനെ പറ്റി കൃത്യമായി ഇത് ഇന്നൊരു സബ്ജക്റ്റാണ് എന്നുള്ള തരത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ കോൺസെപ്റ്റും കൃത്യമായിട്ട് എന്ത് പഠിക്കണം, അതായത് നമ്മുടെ തോട്ട് ലെവലുകൾ കൃത്യമായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ 10ാം ക്ലാസ്സിന് ശേഷം 11ലേക്ക് വരുമ്പോഴും 11-ന് 12ലേക്ക് വരുമ്പോഴും അതിനുശേഷം ഗ്രാജുവേഷന് പോകുന്ന സമയത്തൊക്കെ ഓരോ വിദ്യാർത്ഥികളും തോട്ട് ലെവൽ മാറി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു അധ്യാപകനോട് കൂടെ നമ്മൾ ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ആ റൂട്ടിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ സാധാരണ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അപ്പോൾ സാധാരണ നമ്മൾ പ്ലസ് വണ്ണിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് എപ്പോഴും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് എന്തോ ഒരു ബ്രിഡ്ജ് കോഴ്സ്. ഓരോ സബ്ജക്റ്റിനും സാധാരണ ബ്രിഡ്ജ് കോഴ്സുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കും. ഇതൊക്കെ ചെയ്യുന്നതിനാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ നമുക്ക് റെക്ടിഫൈ ചെയ്യാനുള്ളൂ സാധാരണ. പിന്നെ നമ്മൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡിറ്റർമിനേഷൻ എന്ന് പറയില്ലേ, ആത്മാർത്ഥമായിട്ട് നമ്മൾ അതിലേക്ക് എനിക്ക് എന്തായാലും നേടണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് മാത്സ് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. മാത്സ് ഇല്ലാതെ മുന്നോട്ട് പോവുക എന്നത് വളരെ പ്രയാസമാണ്. ഈവൻ ഇപ്പോൾ നമ്മൾ ഫിസിക്സിൻ്റെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ നമ്മൾ ഈ ബൾബും സ്വിച്ചും കണ്ടിരുന്ന സ്ഥാനത്ത് നിന്നും കുറച്ചും കൂടെ വിശാലമായ ഒരു ലോകത്തേക്ക് നമ്മൾ വരികയാണ് പ്ലസ് വണ്ണിലേക്കൊക്കെ വരുമ്പോഴേക്കും. മനസ്സിലായില്ലേ? അപ്പോൾ മാത്രമല്ല പ്ലസ് 1 പ്ലസ് 2 എന്ന് പറയുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫാക്ടറിയാണ്. അതായത് രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ നിർമ്മിക്കുന്ന, രാജ്യത്തെ എഞ്ചിനീയേഴ്സിനെ, രാജ്യത്തെ ഡോക്ടേഴ്സിനെ, രാജ്യത്തെ പ്രധാനപ്പെട്ട ആളുകൾ സയന്റിസ്റ്റുകളെ ഒക്കെ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ പ്ലസ് 1 പ്ലസ് 2 കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിലേക്ക് നമ്മൾ കൃത്യമായ ഒരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് ആഗ്രഹത്തോടു കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം ഒരു അധ്യാപകനെ കണ്ടുപിടിച്ച് നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പേടിക്കേണ്ടതില്ല. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുക, വിജയങ്ങൾ നമ്മളെ തേടി വരും, നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.